ശരിക്കുമുള്ള സഖ്യം കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ്. രാഹുൽ ഗാന്ധി മോദിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. പകരം മോദി ജയിലിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് ഗാന്ധി കുടുംബത്തെ രക്ഷിക്കുന്നു. ആം ആദ്മി പാർട്ടി വക്താവ് അനുരാഗ് ധണ്ട എക്സിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ ചുരുക്കി പറഞ്ഞാൽ സഖ്യം പിളരുന്നു. ഏറെ നാളായി ശാന്തമായിരുന്നു ഇന്ത്യ സഖ്യമെന്ന അഗ്നിപർവ്വതം. എവിടെയും കേൾക്കാനില്ല, കാര്യമായി അനക്കവുമില്ല. എന്നാൽ ആം ആദ്മിയുടെ ഈ പൊളിറ്റിക്കൽ സ്ട്രൈക്കിൽ അഗ്നിപർവ്വതം ഇനി പുകഞ്ഞു തുടങ്ങുമെന്ന് ഉറപ്പ്. ഇന്ത്യ സഖ്യം പൊതു തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നുവെന്നാണ് ആം ആദ്മി പറഞ്ഞത്. സത്യമാണ്. ലോക്സഭയിലെ 543 സീറ്റുകൾ എങ്ങനെ വിഭജിക്കണമെന്നത് മാത്രമാണ് സഖ്യകക്ഷികൾക്കിടയിൽ കാര്യമായി നടന്ന ചർച്ച. സംസ്ഥാനങ്ങളിൽ പലരും പല വഴിക്കായി. ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ സഖ്യമുണ്ടായെങ്കിലും തർക്കങ്ങൾ എല്ലായിടത്തും തുടർക്കഥയായി. ഇതിൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ച ഒന്നായിരുന്നു ഡൽഹി, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുണ്ടായ രൂക്ഷമായ വാക്കുതർക്കം. മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിലേറിയ വർഷമായിരുന്നു 2024. 7 മാസങ്ങൾക്കിപ്പുറം രാജ്യതലസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി. സംസ്ഥാനങ്ങളിൽ സഖ്യം വേണ്ടെന്ന നിലപാടെടുത്ത കോൺഗ്രസും ആം ആദ്മിയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. പിന്നീട് കണ്ടത് ഒരുമിച്ച് കൈപിടിച്ച് നടന്ന നേതാക്കൾ പരസ്പരം ആരോപണങ്ങളുടെ ചെളിവാരി എറിയുന്നതാണ്. അവിടെ മുഴങ്ങിയതാണ് ആം ആദ്മി കോൺഗ്രസ് ബന്ധത്തിന്റെ മരണമണി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ ഇരു കക്ഷികളിലെയും നേതാക്കളുടെ ചില പ്രസ്താവനകൾ മാത്രം പരിശോധിച്ചാൽ ആ ബന്ധം എത്രത്തോളം വഷളായിരുന്നുവെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. രാഹുൽ ഗാന്ധി പോലും പ്രചാരണ കാലയളവിൽ കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുണ്ടായിരുന്നു. മോദിയെപ്പോലെ കള്ളം പറയുന്നയാളാണ് കെജ്രിവാൾ എന്നും ചില സമയത്ത് മോദിയേക്കാൾ സമർത്ഥമായി കള്ളം പറയുമെന്ന് വിമർശിച്ചത് രാഹുലായിരുന്നു. മറ്റൊരിക്കൽ ഡൽഹി മദ്യനയ അഴിമതിയുടെ തലപ്പത്ത് കെജ്രിവാൾ ആയിരുന്നു എന്ന് വരെ രാഹുൽ പറഞ്ഞു കളഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് കെജ്രിവാൾ ജയിലിലാക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ അതേ രാഹുൽ ഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഓർക്കണം. ആം ആദ്മി പാർട്ടിയും വെറുതെ ഇരുന്നിരുന്നില്ല. കോൺഗ്രസ് ബി.ജെ.പിയുടെ നാവാണെന്നും ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ആം ആദ്മി വലിയ പ്രചാരണം അയച്ചുവിട്ടിരുന്നു. അതിഷിയും മറ്റു പല നേതാക്കളും വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ആം ആദ്മിയുടെ ഈ പുറത്തുപോക്ക് സഖ്യത്തിലെ മുറിവുകളെ തുറന്നു കാട്ടുന്നതാണ്. ആം ആദ്മി അടക്കമുള്ള പല സഖ്യകക്ഷികളും പല കാര്യങ്ങളിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിരുന്നു. സഖ്യത്തിൽ കോൺഗ്രസ് മേൽക്കോയ്മ മനോഭാവം പുലർത്തുന്നുവെന്നും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ആം ആദ്മിയും തൃണമൂലും ശിവസേനയും അടക്കമുള്ള കക്ഷികൾ കുറ്റപ്പെടുത്തിയിരുന്നു. പലതവണ ആ തൃപ്തി അവർ പരസ്യമാക്കിയതുമാണ്. കോൺഗ്രസിനെ മാറ്റി മറ്റു കക്ഷി നേതാക്കൾ സഖ്യത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് പലതവണ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നതുമാണ്. എന്തായിരുന്നു ഈ സഖ്യം മുന്നോട്ട് വെച്ച ആദർശമെന്നതും ഈ സമയത്ത് ഒരു ചോദ്യമായി ഉയർന്നു വരേണ്ടതുണ്ട്. ബി.ജെ.പിയെ പോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു പാർട്ടിയോട് തല്ലിപ്പിരിഞ്ഞൊരു സഖ്യമായിട്ടാണോ ഇനി മത്സരിക്കേണ്ടതെന്നുകൂടിയും കോൺഗ്രസും സഖ്യകക്ഷികളും ആലോചിക്കേണ്ടതുണ്ട്. തമ്മിൽ തല്ലും പടലപ്പിണക്കവും ആവോളമുള്ള കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കില്ല എന്ന വിലയിരുത്തൽ ശക്തമാണ്. ആ സാഹചര്യത്തിൽ സഖ്യമുണ്ടാകേണ്ടത് കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ്. ഇപ്പോൾ ഉള്ളതുപോലെയെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി.ജെ.പിയുടെ ആഗ്രഹം കോൺഗ്രസ് തന്നെ നടപ്പാക്കി കൊടുക്കും. പുകഞ്ഞു നീറിയാണ് ബി.ജെ.പിയെ നേരിടാൻ ഒരുമിച്ച് ഇന്ത്യ സഖ്യം ഇത്രയും കാലം മുന്നോട്ട് പോയത്. ഇപ്പോൾ ഇതാ എല്ലാം മതിയാക്കി ആം ആദ്മി പുറത്തു പോയിരിക്കുന്നു. ആ വഴിയെ മറ്റു കക്ഷികളും പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തന്നെ തുലാസിലായേക്കും.